വിജിലൻസ് കമ്മീഷണർ സുരേഷ് പട്ടൻ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ക്ലൈൻറ്റിൽ പുതിയ അംബാസിഡറായി നിയമിതനായത് ടി.എസ്. തിരുമൂർത്തി. 2021 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ബെൽഗ്രേഡ് ഇൻ സെർബിയ. ഇന്ന് അന്തരിച്ച ഋഷി കപൂർ ഏത് മേഖലയിലാണ് പ്രസിദ്ധനായിരുന്നത്? സിനിമ. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയുടെ 2021 വേദി എന്ന് ചോദിച്ചാൽ ഹരിദ്വാർ ആണ്. ലോക നൃത്തദിനം ഏപ്രിൽ 429. വിദ്യാർത്ഥികൾ ഫീസ് മടക്കി നൽകുന്ന വിദ്യാദീവന പദ്ധതി തുടങ്ങിയ ആന്ധ്രാപ്രദേശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനിക ചിലവാക്കിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനം, ഇറക്കുമതിയിൽ 2-ാം സ്ഥാനം. കോവിഡ്-19 രോഗി പ്ലാസ്മ തെറാപ്പി നൽകിയ ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ലക്നൗ. ഐക്യരാഷ്ട്രസഭ ആദ്യമായി അന്താരാഷ്ട്ര പ്രതിനിധി ദിനമായി ആചരിച്ചത് 2020 ഏപ്രിൽ 25, 4/2 റിപ്രസെൻറ്റേറ്റീവ് ഡേ. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിൻ്റെ പുതിയ പദ്ധതിയാണ് പ്രശാന്തി. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തുന്ന പുതിയ പദ്ധതിയാണ് സാമിത്വ യോജന. ആദിവാസി ഊരുകളിൽ നിന്ന് വനവിഭവങ്ങൾ സ്വീകരിക്കാനുള്ള വനംവകുപ്പിൻ്റെ പദ്ധതിയാണ് വനിക പദ്ധതി. ഇന്ത്യയിലെ ആദ്യ കൊറോണ വിമുക്ത സംസ്ഥാനം ഗോവ. റിലയൻസ് ജിയോയിൽ നിക്ഷേപം നടത്തിയ അമേരിക്കൻ കമ്പനി ഫേസ്ബുക്ക്. കാടുകളിലെ കാർബൺ ശേഖരത്തിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 4/4. ലോക പുസ്തക ദിനം ഏപ്രിൽ 23, 4/3. ലോക ഭൗമ ദിനം ഏപ്രിൽ 4/2. കഴിഞ്ഞ ദിവസം അന്തരിച്ച സംവിധായകൻ നോബൽ ജേതാവുമായ യൂജി മെർച്ചിൽ ഡീച്ചിൻ്റെ പ്രശസ്ത സിനിമയാണ് ടോം ആൻഡ് ജെറി. ലോക വൈറോളജി നെറ്റ്വർക്കിൽ അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥാപനമായ കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ട്രിവാൻഡ്രം. വോയിസ് കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. വോയിസ് ബാങ്കിങ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ICICI ബാങ്കാണ് വോയിസ് ബാങ്ക്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ലോക്ക്ഡൗണിന് ശേഷം പഠനവും പരീക്ഷയും നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി കമ്മീഷൻ ഡോക്ടർ B. ഇക്ബാൽ. സംസ്ഥാന സർക്കാരിൻ്റെ വേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. ദ മീനിങ് ഓഫ് പീസ് എന്ന കൃതി രചിച്ചത് പൗലോ കൊയ്ലോ. വേൾഡ് വൈഡ് ഫണ്ട് WWF പുതിയ ബ്രാൻഡ് അംബാസിഡർ വിശ്വനാഥൻ ആനന്ദ്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് CHIOPS. മൃഗങ്ങൾക്ക് കാർഡിന് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച സ്റ്റെർലിംഗ് മോസ് ഏത് മേഖലയാണ് പ്രസിദ്ധനായത്? കാർ റേസിംഗ്. 2024 ഏഷ്യൻ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന. ഏഷ്യൻ യൂത്ത് ഗെയിംസ്. കോവിഡ് കാലത്ത് മറികടക്കാൻ കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. കേരളത്തിൽ ഏത് പക്ഷിയിലാണ് കൊറോണ വൈറസ് കണ്ടെത്തിയത്? വവ്വാൽ. ലോകത്തിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ രാജ്യമേത്? നിയുവേ. ആധുനിക ഒളിമ്പിക്സിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2021 നടക്കാനിരിക്കുന്നത്? 125. ദേശീയ ജലദിനം ഏപ്രിൽ 14, 4/14. ബർത്ത് ഡേറ്റ് ഓഫ് അംബേദ്കർ. 2020 ഏപ്രിൽ 14 പൊതുവധിയായി കേന്ദ്രം പ്രഖ്യാപിച്ച ഏത് നിയമപ്രകാരമാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ഓഫ് 1881. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ടിൽ ഏറ്റവും ധനികനായ വ്യക്തി ജെഫ് ബേസോസ്, ഇപ്പോൾ എലൺ മസ്ക് ആണെന്ന് തോന്നുന്നു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് ഓഫീസ് പുതിയ തുടങ്ങിയ ട്രസ്റ്റാണ് PM കെയേഴ്സ്. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ സംഘടനയായ നാസ്കോമിൻ്റെ പ്രഥമ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുത്ത രേഖ M. മേനോനെയാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി 5T പ്ലാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഡൽഹി. ലോകത്തിലെ ആദ്യത്തെ കടലിൽ കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓയിൽ മിൽ നോർവേ. ഇന്ത്യയിൽ കോവിഡ് പരിശോധന സൗജന്യമാക്കിയത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7. കമ്പ്യൂട്ടർ സയൻസിൽ നോബൽ എന്നറിയപ്പെടുന്ന ട്യൂറിംഗ് പ്രൈസ് 2020 ട്യൂറിംഗ് പ്രൈസ് ഗോസ് ഫോർ എഡ് കാറ്റ്മൾ ആൻഡ് പാറ്റ് ഹാൻഡ്രഹൻ. എഡ് ആൻഡ് പാറ്റ്. ലോക്ക്ഡൗൺ പിൻവലിക്കുക, തുടർ നടപടി എന്നിവയ്ക്ക് കേരള സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ KM എബ്രഹാം. ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈസ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കുടുംബശ്രീ ഒഴുകുന്ന സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്? ആലപ്പുഴ. 2022 ഏഷ്യൻ ഗെയിംസ് വേദി, ദാറ്റ് ഈസ് ആൾസോ ഇൻ ചൈന, ഹാൻഷൗ. 2021 ഏഷ്യ കപ്പ് ഫുട്ബോളിൻ്റെ വേദി, ദാറ്റ് ഈസ് ആൾസോ ചൈന. ലോകത്തിലെ ആദ്യത്തെ മിനി LED ലാപ്ടോപ്പ് പുറത്തിറക്കിയ കമ്പനി MSI. ദേശീയ സമുദ്ര സഞ്ചാര ദിനം ഏപ്രിൽ 5/4/5. കഴിഞ്ഞ ദിവസം അന്തരിച്ച MK അർജുനൻ മാസ്റ്റർ സംഗീതം. താഴെ കൊടുത്തുപോയി 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. ലേറ്റർ ക്വസ്റ്റ്യനിൽ കാണും. മാലദ്വീപ് ഗവൺമെൻറ് COVID-19 വ്യാപനം തടയുന്നതിനുള്ള ആവശ്യ മരുന്നുകൾ നൽകിയ ഇന്ത്യൻ വ്യോമസേന ദൗത്യമാണ് ഓപ്പറേഷൻ സഞ്ജീവിനി. 2020 ഏപ്രിൽ മാസം മുതൽ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷത പദവി വഹിക്കുന്ന രാജ്യം. നമ്പർ ക്വസ്റ്റ്യൻ.
COVID-19 മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം ബൈ കുടുംബശ്രീ. COVID-19 രോഗം ബാധിക്കുന്ന ആദ്യ വന്യമൃഗം കടുവ. കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനം ഏപ്രിൽ 2. 4.2 കേരളത്തിൽ ആദ്യമായി COVID-19 ആരോഗ്യ സേവനങ്ങൾ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിന് സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം. ഇതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഒന്നാമത്തത് SBI. ലോക ഓട്ടിസം ദിനവും ഏപ്രിൽ 2. കുട്ടികളുടെ പുസ്തക ദിനവും ഏപ്രിൽ 2. 4.2 വീടുകൾക്കുള്ളിൽ അവധിക്കാലം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് അക്ഷരവൃക്ഷം. ഇന്ത്യയുടെ ബാങ്കിങ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ബാങ്ക് ലയനം നടന്ന വർഷം 2020. ഏത് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനാണ് കഴിഞ്ഞ ദിവസം ISO അംഗീകാരം ലഭിച്ചത്? കേരള. അടുത്തിടെ അന്തരിച്ച ടെമ്പോ ഓസ്മാൻ. ഫുട്ബോൾ. 2022 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഒറിഗൺ, അമേരിക്ക. അനിതയെ ആദ്യമായി ചന്ദ്രനിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിക്കുന്ന പുതിയ പേടകമാണ് ഓറിയോൺ. 2022 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഒറിഗൺ, അമേരിക്ക. ഇഫ് യു ലുക്ക് അറ്റ് ആസ്പെക്ട്സ് 2022 അത് മാറ്റി 2021 നടക്കാനിരുന്നത്. അടുത്തിടെ അന്തരിച്ച ടെമ്പോ ഓസ്മാൻ ഫുട്ബോൾ പ്ലെയറാണ്. ആദ്യമായി സന്തോഷ് ട്രോഫി നേടി കേരള ടീമിലെ അംഗമാണ് ടെമ്പോ ഓസ്മാൻ. ഏത് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനാണ് ISO അംഗീകാരം ലഭിച്ചത്? കേരള. മുഖ്യമന്ത്രിയുടെ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ പരിപാടിക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനം ഏപ്രിൽ 2. ആണ്ട് ഓർമ്മയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധ ബാലസാഹിത്യകാരനായ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൻ്റെ ഓർമ്മയ്ക്കാണ്. വീടുകൾക്കുള്ള അവധിക്കാലം ചെഴിയുന്ന കുട്ടികൾക്ക് സ്വർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് അക്ഷരവൃക്ഷം. മിഠായി എന്ന് പറയുന്നത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഷുഗർ ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു പദ്ധതിയാണ് മിഠായി. ഇൻസുലിൻ വീട്ടിലെത്തിക്കുന്ന പദ്ധതി. വനിതയെ ആദ്യമായി ചന്ദ്രനിലെത്തിക്കുന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് ഓറിയോൺ. ആർട്ടിമിസ് എന്നാണ് ദൗത്യത്തിൻ്റെ പേര്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. 1950 മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആദ്യത്തേത് SBI. കേരളത്തിൽ ആദ്യമേ COVID-19 ആരോഗ്യ സേവനങ്ങൾ ഒറ്റ നമ്പർ ലഭ്യമാക്കുന്നതിന് സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം. 24 hours വർക്കിംഗ്. താഴെ കൊടുത്തപ്പോൾ 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നങ്ങളല്ലാത്തവ. ചെൻ ലിയാൻ. ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം കോങ്. ചെൻ ലിയാൻ കോങ്. 2022 സെപ്റ്റംബർ മുതൽ. മാലദ്വീപ് ഗവൺമെൻറ് COVID-19 വ്യാപനം തടയുന്നതിനുള്ള മരുന്നെത്തിക്കുന്ന വ്യോമസേന പദ്ധതിയാണ് ഓപ്പറേഷൻ സഞ്ജീവനി. C-130. ഹാൻജാവ്. COVID-19 രോഗം ബാധിക്കുന്ന ആദ്യ വന്യമൃഗം കടുവയാണ്. അമേരിക്കയിലെ നാദി എന്ന കടുവയ്ക്കാണ് ബ്രോങ്സ്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. COVID-19 മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം. ലോകത്തിലെ ആദ്യ മിനി LED ലാപ്ടോപ്പ് MSI. കഴിഞ്ഞ ദിവസം വെച്ചാൽ അർജുന മാസ്റ്റർ ഈസ് എ മ്യൂസിഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പാട്ടുകൾ നാളികേരത്തിൻ്റെ നാട്ടിലുള്ളൊരു തങ്ക പസ്മക്കുളിട്ട് തമ്പുരാട്ടി നിൻ്റെ കസ്തൂരിമ നിൽക്കുന്ന കാറ്റിൽ തുടങ്ങിയ സംഗീതമാണ്. 2020 ഏപ്രിൽ മാസം മുതൽ UN സെക്യൂരിറ്റി കൗൺസിലിന് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഡൊമിനിക് റിപ്പബ്ലിക് ആണ്. 2022 ഏഷ്യൻ ഗെയിംസ് വേദി, അതും ഹാൻജു, ചൈനയാണ്. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. ദേശീയ സമുദ്ര സഞ്ചാര ദിനം ഏപ്രിൽ 5. 4-5. ദേശീയ കപ്പൽ സഞ്ചാര ദിനം, ദേശീയ സമുദ്ര സഞ്ചാര ദിനം എന്നിവയ്ക്കെല്ലാം ഒരു ദിനം തന്നെയാണ് ഏപ്രിൽ 5. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ സമുദ്ര സഞ്ചാര ദിനമാണിത്. ഇതിൽ ആദ്യമായി അന്തർദേശീയ ജലപാതയിൽ കപ്പൽ യാത്ര നടത്തിയത് 1919 ഏപ്രിൽ 5. അതിൻ്റെ ഓർമ്മയ്ക്കാണ്.
ആദ്യത്തെ ഇന്ത്യൻ കപ്പലായി SS ലോയൽറ്റി. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചൈന. 2023 ഏഷ്യ കപ്പ് ചൈന. ആധുനിക ഒളിമ്പിക്സിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2021 നടന്നത്? 125. 1896 ആരംഭിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ കടലിൽ കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓയിൽ മിൽ ഏത് രാജ്യത്താണ്? നോർവേ. ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈസ് 2021. 2018-19 ഒരേ വിഷയമായിരുന്നു, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, എവ്രി വൺ എവ്രിവെയർ. ലോകത്തിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ രാജ്യമാണ് നിയോവേ. അമേരിക്ക ആസ്ഥാനമായ ആവശ്യപ്പെടുന്ന ഡാർക്ക് സ്കൈ അസോസിയേഷൻ പ്രകാശ മലിനീകരണത്തെക്കുറിച്ചുള്ളതാണ്. അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രാജ്യമാണ് ഡാർക്ക് സ്കൈ കൺട്രിയായിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച നിയോവേ. കേരളത്തിലെ ഏത് ജില്ലയാണ് കുടുംബശ്രീ ഒഴുകുന്ന സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്? ആലപ്പുഴ. കൈനഗിരി. ഇന്ത്യയിൽ കോവിഡ് പരിശോധന സൗജന്യമാക്കിയത് ഭരണഘടനയിൽ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതുതായി തുടങ്ങിയ ട്രസ്റ്റാണ് PM കെയർസ്. കമ്പ്യൂട്ടർ സയൻസിൽ നോബൽ എന്ന നടന്ന ടൂറിംഗ് പ്രൈസ് കിട്ടിയത് എഡ് കാൻമൾ ആൻഡ് പാറ്റ് ഹാൻഡ്രഗൻ. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ സംഘടനയായ നാസ്കോമിൻ്റെ പ്രഥമ ചെയർപേഴ്സൺ രേഖ M മേനോൻ. ഷീ ഈസ് ആക്ച്വലി ആക്സെഞ്ചർ കമ്പനിയുടെ മേധാവിയാണ് രേഖ M മേനോൻ. ലോക്ക്ഡൗൺ പിൻവലിക്കാൻ തുടർ നടപടി എന്നിവയ്ക്ക് കേരള സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ ഡോക്ടർ B ഇക്ബാൽ അല്ലേ KM എബ്രഹാമാണ് തുടർ നടപടി. ഏപ്രിൽ 14 പൊതുവിദ്യ കേന്ദ്രം പ്രഖ്യാപിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഓഫ് 1881 പ്രകാരമാണ്. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് ഏറ്റവും ധനികനായ വ്യക്തിയായിട്ട് ജെഫ് ബോസ്, ഐ തിങ്ക് ഇപ്പം എലോൺ മസ്ക് ആണ്. ദേശീയ ജലദിനമായിട്ട് ആഘോഷിക്കുന്നത് ഏപ്രിൽ 14, അംബേദ്കർ ജയന്തി. ദ മീനിങ് ഓഫ് പീസ് എന്നത് പുസ്തകം എഴുതിയത് പൗലോ കൊയ്ലോ. ABCD ദ മീനിങ് ഓഫ് പീസ്. ദ ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോയാണ്. കോവിഡ് കാലത്ത് മറികടക്കുന്ന കുട്ടികൾക്ക് ലോകാരോഗ്യ സംഘം പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. കോവിഡ് കാലത്ത് മറികടക്കാൻ കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘം പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു. ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് ഹെലൻ പതുക് എന്ന ബ്രിട്ടൻകാരിയാണ്. ആരിയയുടെ സഹായത്തോടെ കൊറോണ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചാണ് യുനിസെഫ് ഈ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ലോക്ക്ഡൗണിന് ശേഷം പഠനവും പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി കമ്മീഷൻ ഡോക്ടർ B ഇക്ബാൽ. ലോക്ക്ഡൗൺ പിൻവലിക്കൽ തുടർ നടപടി എന്നിവയ്ക്കായി കേരള സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ KM എബ്രഹാം. സ്റ്റെർലിംഗ് മോസ് ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? കാർ റേസിംഗ്. മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ വേഗറെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. തിരുവനന്തപുരത്ത് നിന്ന് 11 ജില്ലകളുടെ കാസർഗോഡ് നിന്ന് സിൽവർ ലൈൻ 11 സ്റ്റോപ്പുകൾ ഉണ്ടാകും. ദേശീയ ജലദിനം
ഏപ്രിൽ 14 BR അംബേദ്കറുടെ ജന്മദിനമാണ്. കോവിഡ് കാലത്ത് മറികടക്കാൻ കുട്ടികൾക്കായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകം ഏതാണ്? മൈ ഹീറോ ഈസ് യു. ഹെലൻ പുതുക് എന്ന ബ്രിട്ടൻ സ്വദേശിയാണ് ഇത് എഴുതിയത്. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന. 2020 ഏപ്രിൽ 14 പൊതു ഔദ്യോഗിക കേന്ദ്രം പ്രഖ്യാപിച്ച ഏത് നിയമപ്രകാരമാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ലോക്ക്ഡൗൺ പിൻവലിക്കൽ തുടർ നടപടി എന്നിവയ്ക്ക് കേരള സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ? KM എബ്രഹാം. സംസ്ഥാന സർക്കാരിൻ്റെ വേഗ റെയിൽ പദ്ധതി സിൽവർ ലൈൻ 11 ജില്ലകളിലൂടെ കടന്നുപോകുന്നു. മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ലോക്ക്ഡൗണിന് ശേഷം പഠനവും പരീക്ഷയും നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി അധ്യക്ഷൻ ഡോക്ടർ ബി ഇക്ബാൽ. ദ മീനിങ് ഓഫ് പീസ് എന്ന് പ്രതിരയിച്ചത് പൗലോ കൊയ്ലോ. ABCD, ദ മീനിങ് ഓഫ് പീസ് എന്നിവയാണ് മറ്റ് കൃതികൾ ലോക്ക്ഡൗൺ കാലത്തെ. ദ ആൽക്കമിസ്റ്റ് രചിച്ചതും പൗലോ കൊയ്ലോയാണ്. സ്റ്റെർലിംഗ് മോസ് കാർ റേസിംഗ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് ഏറ്റവും ധനികനായ വ്യക്തി ജെഫ് ബെസോസ്. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിൻ്റെ പുതിയ പദ്ധതി പ്രശാന്തി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. ലോക വൈറോളജി നെറ്റ്വർക്ക് അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥാപനമായ കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. റിലയൻസ് ജിയോ നിക്ഷേപം നടത്തിയ അമേരിക്കൻ കമ്പനി ഫേസ്ബുക്ക്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിനം അല്ലെങ്കിൽ പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നു. വിശ്വസാഹിത്യത്തിൽ പ്രസിദ്ധരായ ഷേക്സ്പിയർ, സർവാൻഡസ്, ഗാർസിലാസോ എന്നിവരുടെ ചരമദിനമാണ് ഏപ്രിൽ 23. 1995 മുതൽ ഏപ്രിൽ 23 പുസ്തക ദിനമായി ആചരിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച സംവിധായകൻ നോബൽ ജേതാവായ യൂജിൻ മെർച്ചിൽ. ടോം ആൻഡ് ജെറി. വോയിസ് ബാങ്കിങ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ICICI. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജിയോസ്. പ്രപഞ്ചത്തിലെ കെൽറ്റ് 11b 55 കൻഗ്രീ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം ലിസ് 1436b. ലോക്ക്ഡൗൺ പിൻവലിക്കൽ തുടർ നടപടി എന്നിവയ്ക്ക് കേരള സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ KM എബ്രഹാം. കാടുകളിലെ കാർബൺ ശേഖരത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. COVID-19 പ്ലാസ്മ തെറാപ്പി നൽകി ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലക്നൗ. ഐക്യരാഷ്ട്രസഭ ആദ്യമായി അന്താരാഷ്ട്ര പ്രതിനിധി ദിനമായി ആചരിച്ചത് April 24.
ഏപ്രിൽ 25 ഇൻ്റർനാഷണൽ റെപ്രസെൻറ്റേറ്റീവ് ഡേ 425 ഏപ്രിൽ 2020. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ TS തിരുമൂർത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനിക ചെലവ് വഹിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനം അമേരിക്ക, ചൈന, ഇന്ത്യ, റഷ്യ, അങ്ങനെ പോകുന്നു. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റാങ്ക് തയ്യാറാക്കിയത്. ലോക നൃത്ത ദിനം ഏപ്രിൽ 429. ഫ്രഞ്ച് നർത്തകനായ ജീൻ ജോർജ് നോവയുടെ ജന്മദിനമാണ് ഏപ്രിൽ 29. ജീൻ ജോർജ് നോവർ. ഇന്ന് അന്തരിച്ച ഋഷി കപൂർ. സിനിമ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. വിശ്വസാഹിത്യത്തിൽ അതികായമായ ഷേക്സ്പിയർ, മിഗേൽ ഡി സെർവാൻറ്റസ്, ഗാർസിലാസോ ഡെ ലാ വേഗ ഇവരുടെ ജന്മദിനമാണ് ഏപ്രിൽ 23. 2021 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബെൽഗ്രേഡ്, സെർബിയ. ആദിവാസി ഊരുകളിൽ നിന്ന് വനവിഭവങ്ങൾ സ്വീകരിക്കാനുള്ള വനവകുപ്പിൻ്റെ പദ്ധതി വനിക പദ്ധതി. സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരത്തെ അഗസ്ത്യവനം ബയോളജി പാർക്കിലാണ് വനിക പദ്ധതി നടപ്പിലാക്കുന്നത്. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ്. വിദ്യാർത്ഥികൾ ഫീസ് മടക്കി നൽകുന്ന വിദ്യാ ദീവന പദ്ധതി തുടങ്ങിയത് ആന്ധ്രാപ്രദേശ്. വിദ്യാ ദീവന. പന്ത്രണ്ട് വർഷത്തിലേക്ക് നടക്കുന്ന കുംഭമേള 2021 വെന്യൂ ഹരിദ്വാർ. 12 വർഷത്തെ ഒരിക്കലാണ് കുംഭമേള നടക്കുന്നത്. പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് ഇത് മൂന്നും കയറി പോയി പ്രാർത്ഥിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനിക ചെലവ് വഹിക്കുന്ന രാജ്യം ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനം USA, റഷ്യ, ഇന്ത്യ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഷേക്സ്പിയർ, സെർവാൻറ്റസ് ആൻഡ് ഗാർസിലാസോ. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനിക ചെലവാക്കിയ രാജ്യം ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. താങ്ക്സ് ഫോർ വാച്ചിങ്.